പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം കേവലം രക്തവും മാംസവും മാത്രമല്ല, അത് സങ്കീർണമായ ഒരു ഊർജ്ജവ്യൂഹം കൂടിയാണ്. ഈ വ്യൂഹത്തിലെ പ്രധാന ഊർജ്ജ കേന്ദ്രങ്ങളെയാണ് ചക്രങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠിച്ച കാര്യങ്ങൾ തലച്ചോറിൽ സൂക്ഷിക്കുന്നതും അവ കൃത്യസമയത്ത് ഓർത്തെടുക്കുന്നതും പരീക്ഷാ പേടിയില്ലാതെ അവതരിപ്പിക്കുന്നതും ഈ ഊർജ്ജ പ്രവാഹത്തിന്റെ സന്തുലിതാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു. പരീക്ഷാ പേടി അകറ്റാനും മനസ്സിനെ ശാന്തമാക്കാനും 3 ചക്രങ്ങളിൽ അജ്ഞാചക്രം, പുരികങ്ങൾക്കിടയിൽ, ഇതിനെ ബൗദ്ധിക കണ്ണാടി എന്ന് വിളിക്കാം. ഇത് സജീവമാകുമ്പോൾ വിവരങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനും സങ്കീർണമായ കണക്കുകളും സിദ്ധാന്തങ്ങളും എളുപ്പത്തിൽ മനസ്സിലാക്കാനും സാധിക്കുന്നു. വിശുദ്ധി ചക്രം, തൊണ്ടയുടെ ഭാഗം, പഠിച്ച കാര്യങ്ങൾ ഭംഗിയായി ഉത്തരക്കടലാസിൽ പകർത്തുമ്പോഴാണ് മാർക്ക് ലഭിക്കുന്നത്. ഈ ചക്രം നിങ്ങളുടെ സർഗാത്മകതയെയും കൈയക്ഷരത്തെയും ഭാഷാശുദ്ധിയെയും സ്വാധീനിക്കുന്നു. മണിപൂരക ചക്രം, നാഭിക്ക് മുകളിൽ, പരീക്ഷാ ഹാളിന് പുറത്തെ പേടിയും ഉത്കണ്ഠയും മാറ്റാൻ ഈ ഊർജ്ജ സംഭരണി സന്തുലിതമാകണം. ഇത് നിങ്ങൾക്ക് എനിക്ക് സാധിക്കും എന്ന ഉറച്ച വിശ്വാസം നൽകുന്നു. എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗുണകരമാണ്. ഇത് വെറുമൊരു വിശ്രമമല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിനെ ആൽഫ സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയാണ്. ആൽഫ സ്റ്റേറ്റിൽ ആയിരിക്കുമ്പോൾ മനസ്സ് അങ്ങേയറ്റം ശാന്തവും എന്നാൽ അതീവ ജാഗ്രതയുള്ളതുമായിരിക്കും. ഈ അവസ്ഥയിൽ പഠിക്കുന്ന കാര്യങ്ങൾ ദീർഘകാലം ഓർമ്മയിൽ നിൽക്കും. പല വിദ്യാർത്ഥികളും പരാതിപ്പെടുന്ന ഒന്നാണ് എല്ലാം പഠിച്ചു, പക്ഷേ പരീക്ഷാ ഹാളിൽ എത്തിയപ്പോൾ ഒന്നും ഓർമ്മ വരുന്നില്ല എന്നത്. ഇത് തലച്ചോറിലെ ഊർജ്ജപ്രവാഹം തടസ്സപ്പെടുന്നതുകൊണ്ടാണ്. അജ്ഞാചക്രം ഉത്തേജിപ്പിക്കുന്നത് വഴി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പ്രവർത്തനം മെച്ചപ്പെടുകയും ഓർമ്മശക്തിയെയും വിവരങ്ങളെ വേഗത്തിൽ തിരിച്ചെടുക്കുന്ന പ്രക്രിയയും ഇത് സഹായിക്കുകയും ചെയ്യുന്നു. പഠിക്കുമ്പോൾ മനസ്സ് പലയിടങ്ങളിലേക്ക് അലഞ്ഞുതിരിയുന്നത് സ്വാഭാവികമാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ അതീവമായ ഏകാഗ്രത ആവശ്യമാണ്. ചക്രങ്ങൾ സന്തുലിതാവസ്ഥയിലാകുമ്പോൾ മനസ്സ് ആൽഫ സ്റ്റേറ്റിലേക്ക് മാറുന്നു. ഈ അവസ്ഥയിൽ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നുപോകാതെ ദീർഘകാല ഓർമ്മയിലേക്ക് വേഗത്തിൽ മാറ്റപ്പെടുന്നു. മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കുന്നത് കഴുത്തുവേദന, കണ്ണുവേദന, തലവേദന എന്നിവയ്ക്ക് കാരണമാകും. ഇത് പഠനത്തിന്റെ വേഗത കുറയ്ക്കും. ഊർജ്ജ കേന്ദ്രങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിലെ രക്തചംക്രമണവും പ്രാണവായുവിന്റെ പ്രവാഹവും സുഗമമാകുന്നു. ഇത് പെട്ടെന്ന് തളർച്ച അനുഭവപ്പെടുന്നത് തടയുന്നു. നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നതിനേക്കാൾ അത് എത്രത്തോളം വ്യക്തമായി ഉത്തരക്കടലാസിൽ എഴുതി എന്നതിലാണ് മാർക്ക് ഇരിക്കുന്നത്. വിശുദ്ധി ചക്രം ബാലൻസ് ചെയ്യുന്നത് വഴി ചിന്തകളെ കൃത്യമായ വാക്കുകളാക്കി മാറ്റാനുള്ള കഴിവ് വർദ്ധിക്കുന്നു. ഇത് ഉപന്യാസങ്ങൾ എഴുതാനും വിവരണാത്മകമായ ഉത്തരങ്ങൾ എഴുതാനും വലിയ രീതിയിൽ സഹായിക്കുന്നു. ചുരുക്കത്തിൽ, ചക്ര ബാലൻസിംഗിലൂടെ നിങ്ങളുടെ ഐക്യു മാത്രമല്ല, പരീക്ഷയിലെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള ഇക്യു കൂടിയാണ് മെച്ചപ്പെടുന്നത്. നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഈ പരിശീലനം തുടങ്ങുന്നതിന് മുൻപ് ലഘുവായ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയും ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിക്കുകയും ചെയ്യുന്നത് ഊർജ്ജപ്രവാഹം വർദ്ധിപ്പിക്കും. ശല്യപ്പെടുത്തലുകൾ ഇല്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. നട്ടെല്ല് നേരെയാക്കി സുഖമായി ഇരിക്കുക, തറയിലോ കസേരയിലോ ആവാം. കൈകൾ തുടയിന്മേൽ മലർത്തിവയ്ക്കുക. ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്ത് പിടിക്കുന്നത് കൂടുതൽ നല്ലതാണ്. പതുക്കെ കണ്ണുകൾ അടയ്ക്കുക. നെറ്റിയിലെ പേശികൾ വലിഞ്ഞു മുറുകാതെ അയച്ചുവിടുക. മനസ്സിനെ നിർബന്ധിച്ച് ശാന്തമാക്കാൻ ശ്രമിക്കരുത്. പകരം ചുറ്റുമുള്ള ശബ്ദങ്ങൾ, ഫാനിന്റെ ശബ്ദം, പക്ഷികളുടെ കരച്ചിൽ, ദൂരെയുള്ള വണ്ടികളുടെ ശബ്ദം ശ്രദ്ധിക്കുക. അവയെ എതിർക്കാതെ വെറുതെ കേൾക്കുക. ഇത് നിങ്ങളുടെ മനസ്സിന് ചുറ്റുപാടുമായി പൊരുത്തപ്പെടാൻ സമയം നൽകുന്നു. മൂക്കിലൂടെ ദീർഘമായി ശ്വാസമെടുക്കുക.
ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ വേർ ഒരു ബലൂൺ പോലെ വീർക്കുന്നത് അനുഭവിക്കുക. വായിലൂടെ സാവധാനം ശ്വാസം പുറത്തുവിടുക. ശ്വാസം വിടുമ്പോൾ ശരീരത്തിലെ എല്ലാ ടെൻഷനുകളും പുറത്തുപോകുന്നതായി സങ്കൽപ്പിക്കുക. ഇത് 3 തൊട്ട് 4 തവണ ആവർത്തിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. 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 നിങ്ങളുടെ പാദങ്ങൾ മുതൽ തല വരെ ഓരോ ഭാഗവും ബോധപൂർവം അയച്ചുവിടുക. എന്റെ ശരീരം ഇപ്പോൾ പൂർണ്ണമായി വിശ്രമത്തിലാണ്, എന്റെ മനസ്സ് പഠിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്ന് സ്വയം പറയുക. നിങ്ങളുടെ ശ്രദ്ധ വേരിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അവിടെ ഉദിച്ചു നിൽക്കുന്ന ഒരു സൂര്യനെ പോലെ തിളങ്ങുന്ന മഞ്ഞനിറം സങ്കൽപ്പിക്കുക. ഓരോ ശ്വാസമെടുക്കുമ്പോഴും ആ മഞ്ഞ വെളിച്ചം കൂടുതൽ തിളക്കമുള്ളതാകുന്നതായി വിഷ്വലൈസ് ചെയ്യുക. ഈ മഞ്ഞ വെളിച്ചം നിങ്ങളുടെ വേരിൽ നിന്ന് ആരംഭിച്ച് ശരീരം മുഴുവൻ പടരുന്നതായി സങ്കൽപ്പിക്കുക. ഈ വെളിച്ചം നിങ്ങളുടെ പേടിയെയും ആശങ്കകളെയും കഴുകിക്കളയുന്നു. നിങ്ങൾ ഒരു സിംഹത്തെപ്പോലെ ധൈര്യശാലിയാണെന്നും പരീക്ഷയിലെ ഏതൊരു പ്രയാസകരമായ ചോദ്യത്തെയും നേരിടാൻ നിങ്ങൾക്ക് ശക്തിയുണ്ടെന്നും ഉറച്ചു വിശ്വസിക്കുക. മണിപൂരക ചക്രത്തിന്റെ ബീജമന്ത്രമായ റമെന്നത് പതുക്കെ ഉള്ളിൽ ജപിക്കുക. ശ്വാസം വിടുമ്പോൾ റം മ എന്ന് പതുക്കെ ശബ്ദമുണ്ടാക്കി പറയുന്നത് ഈ ചക്രത്തിലെ തടസ്സങ്ങൾ മാറ്റാൻ സഹായിക്കും. 3 തൊട്ട് 5 തവണ ആവർത്തിക്കുക. ഈ വാചകങ്ങൾ മനസ്സിൽ ആവർത്തിക്കുക. ഞാൻ അതീവ ആത്മവിശ്വാസമുള്ളവനാണ്. പരീക്ഷാ പേടി എന്നെ ബാധിക്കുന്നില്ല. ഞാൻ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ എനിക്ക് കഴിയും. ആത്മവിശ്വാസം വീണ്ടെടുത്ത ശേഷം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തൊണ്ടയുടെ ഭാഗത്തുള്ള വിശുദ്ധി ചക്രത്തിലാണ്. പരീക്ഷയിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം വ്യക്തമായും ഭംഗിയായും ഉത്തരക്കടലാസിൽ അവതരിപ്പിക്കാൻ സാധിക്കും എന്നത് ഈ ചക്രത്തിന്റെ ഊർജ്ജത്തെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ വേരിൽ നിന്ന് പതുക്കെ തൊണ്ടയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അവിടെ തെളിഞ്ഞ നീല നിറത്തിലുള്ള ഒരു പ്രകാശഗോളം സാവധാനം കറങ്ങുന്നതായി സങ്കൽപ്പിക്കുക. ഈ വെളിച്ചം നിങ്ങളുടെ സംസാരത്തെയും എഴുത്തിനെയും ശുദ്ധീകരിക്കുന്നതായി കരുതുക. നിങ്ങളുടെ തള്ളവിരലുകൾ കൊണ്ട് 2 ചെവികളും പതുക്കെ അടയ്ക്കുക. ചൂണ്ടുവിരലുകൾ നെറ്റിയിലും മറ്റു വിരലുകൾ കണ്ണുകൾക്ക് മുകളിലും വെക്കുക. ദീർഘമായി ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തുവിടുമ്പോൾ വായ അടച്ചുപിടിച്ച് വണ്ട് മൂളുന്നതുപോലെ എന്ന് ശബ്ദമുണ്ടാക്കുക. ഈ ശബ്ദം നിങ്ങളുടെ തൊണ്ടയിൽ ഉണ്ടാക്കുന്ന കമ്പനം അനുഭവിക്കുക. ഇത് 5 തവണ ആവർത്തിക്കുക.
കണ്ണുകൾ അടച്ചുതന്നെ ഇരിക്കുക. നിങ്ങൾ പരീക്ഷാ ഹാളിലിരുന്ന് വളരെ വേഗത്തിലും വ്യക്തമായും ഉത്തരങ്ങൾ എഴുതുന്നത് സങ്കൽപ്പിക്കുക. വാക്കുകൾ തടസ്സമില്ലാതെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒഴുകി വരുന്നു. നിങ്ങളുടെ കൈയക്ഷരം വളരെ വ്യക്തമാണ്. നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കും ശരിയാണെന്ന് വിഷ്വലൈസ് ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. എന്റെ ചിന്തകൾ വ്യക്തമാണ്, ഞാൻ അത് ഭംഗിയായി എഴുതുന്നു. പഠിച്ച കാര്യങ്ങൾ കൃത്യമായ വാക്കുകളിൽ അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നു. ഞാൻ എഴുതുന്ന ഉത്തരങ്ങൾ പരീക്ഷകന് എളുപ്പത്തിൽ മനസ്സിലാകുന്നു. വിശുദ്ധി ചക്രത്തിലൂടെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിച്ച ശേഷം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അജ്ഞാചക്രത്തിലേക്കും അതീവ ഏകാഗ്രതയിലേക്കും പ്രവേശിക്കുകയാണ്. പരീക്ഷാ തയ്യാറെടുപ്പിലെ സൂപ്പർ പവർ എന്ന് ഇതിനെ വിളിക്കാം. കണ്ണുകൾ അടച്ചുപിടിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ശ്രദ്ധ പതുക്കെ പുരികക്കൊടികൾക്കിടയിലേക്ക് കേന്ദ്രീകരിക്കുക. അവിടെ കടും നീല നിറത്തിലുള്ള ഒരു പ്രകാശബിന്ദു തെളിഞ്ഞു വരുന്നതായി സങ്കൽപ്പിക്കുക. ഈ പ്രകാശം നിങ്ങളുടെ തലച്ചോറിലെ ഇരുട്ടിനെ മാറ്റി അറിവിന്റെ വെളിച്ചം നിറയ്ക്കുന്നതായി കരുതുക. നിങ്ങളുടെ മനസ്സിനെ ഒരു വലിയ ലൈബ്രറിയായി സങ്കൽപ്പിക്കുക. നിങ്ങൾ പഠിച്ച ഓരോ കാര്യവും അവിടെ കൃത്യമായി അടുക്കി വെച്ചിട്ടുണ്ട്. പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിവരങ്ങൾ ഒരു സെർച്ച് എഞ്ചിൻ എന്ന പോലെ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നത് സങ്കൽപ്പിക്കുക. വിഷ്വലൈസേഷൻ നിങ്ങളുടെ റീകാൽ മെമ്മറി വർദ്ധിപ്പിക്കും. കണ്ണുകൾ അടച്ചുപിടിച്ചുകൊണ്ട് തന്നെ കൃഷ്ണമണികൾ രണ്ടും പുരിക മധ്യത്തിലേക്ക് പതുക്കെ ഉയർത്തി നോക്കാൻ ശ്രമിക്കുക. കണ്ണുകൾക്ക് അമിത സമ്മർദ്ദം നൽകാതെ വേണം ഇത് ചെയ്യാൻ. ഈ സമയം സാവധാനം ശ്വാസമെടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് നിങ്ങളുടെ ഏകാഗ്രതയെ പലമടങ്ങ് വർദ്ധിപ്പിക്കും. ഈ പറയുന്ന വാചകങ്ങൾ അതീവ ഏകാഗ്രതയോടെ മനസ്സിൽ പറയുക. എന്റെ ഓർമ്മശക്തി അപാരമാണ്, ഞാൻ വായിക്കുന്നതെല്ലാം പെട്ടെന്ന് ഗ്രഹിക്കുന്നു. ഏറ്റവും പ്രയാസകരമായ കാര്യങ്ങളും എനിക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്റെ മനസ്സ് ഒരു ലേസർ കിരണം പോലെ ഏകാഗ്രമാണ്. നിങ്ങളുടെ ഉള്ളം കൈകൾ തമ്മിൽ നന്നായി തിരുമുക. കൈകളിൽ നല്ല ചൂട് അനുഭവപ്പെടുന്നത് വരെ ഇത് തുടരുക. ഈ ചൂട് നിങ്ങളുടെ ചക്രങ്ങളിൽ നിന്ന് പ്രവഹിക്കുന്ന ഊർജ്ജമാണ്. ചൂടായ ഉള്ളം കൈകൾ പതുക്കെ അടച്ചുവെച്ചിരിക്കുന്ന കണ്ണ് പോളകൾക്ക് മുകളിൽ വെക്കുക. ആ ചൂട് നിങ്ങളുടെ കണ്ണുകളിലേക്കും തലച്ചോറിലേക്കും പടരുന്നത് അനുഭവിക്കുക. ഇത് കണ്ണുകൾക്ക് വിശ്രമം നൽകുകയും കാഴ്ചശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. പതുക്കെ കൈകൾ മുഖത്ത് തടവുക. കഴുത്തിലും തോളിലും മൃദുവായി ഒന്ന് മസാജ് ചെയ്യുക. നിങ്ങളുടെ വിരലുകൾ ചലിപ്പിക്കുക, കാലുകൾ പതുക്കെ ഇളക്കുക. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ബോധാവസ്ഥയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. പക്ഷേ സാധാരണയേക്കാൾ കൂടുതൽ ശാന്തതയും വ്യക്തതയും നിങ്ങളുടെ മനസ്സിലുണ്ട്. പതുക്കെ കണ്ണുകൾ തുറക്കുക. ആദ്യം നിങ്ങളുടെ ഉള്ളം കൈകളിലേക്ക് നോക്കുക. ആഴത്തിൽ ഒരു തവണ കൂടി ശ്വാസമെടുത്ത് പുറത്തുവിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഇന്ന് ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ എന്റെ മനസ്സിൽ കൃത്യമായി പതിയും എന്ന ഉറച്ച തീരുമാനത്തോടെ എഴുന്നേൽക്കുക. പരിശീലനം കഴിഞ്ഞാലുടൻ ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിക്കുക. ഇത് ശരീരത്തിലെ ഊർജ്ജ പ്രവാഹത്തെ സ്ഥിരപ്പെടുത്താൻ സഹായിക്കും. ഈ പരിശീലനത്തിന് ശേഷം നിങ്ങളുടെ മനസ്സ് സൂപ്പർ ലേർണിംഗ് മോഡിലായിരിക്കും. അതിനാൽ ഏറ്റവും പ്രയാസമുള്ള ഭാഗങ്ങൾ ഈ സമയം പഠിക്കാൻ ശ്രമിക്കുക.
പരീക്ഷാ കാലയളവിൽ ദിവസവും ഇത് ശീലിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കും. നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക. ചക്രങ്ങൾ ബാലൻസ് ചെയ്യുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ അനന്തമായ സാധ്യതകളെയാണ് പുറത്തെടുക്കുന്നത്. ധ്യാനത്തോടൊപ്പം നല്ല ഭക്ഷണവും ആവശ്യത്തിന് വെള്ളവും ഉറപ്പുവരുത്തുക. ഈ ലളിതമായ ചക്രധ്യാന രീതികൾ നിങ്ങളുടെ പഠനത്തെ കൂടുതൽ എളുപ്പമുള്ളതാക്കട്ടെ. മികച്ച മാർക്കോടെ വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾ പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്നതിനായി നിങ്ങൾ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു ഗോഡ്. താങ്ക് യു ഓൾ.